ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനാണ് കാവ്യലക്ഷ്മി. രാവിലെ തന്നെ അമ്മ ജോലിക്ക് പോയി. പിന്നെ ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ പരിപാടികളാണ് കേട്ടോ. കുറച്ച് മല്ലി അമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം 2-3 ദിവസം വെയിലത്ത് വെച്ചിട്ട് അത് ഉണങ്ങിയില്ല. അപ്പോൾ പിന്നെ അതൊന്നും കൂടെ ഒന്ന് വെയിലത്ത് വെച്ചു. പിന്നെ വെയിൽ മാറുന്നതിനനുസരിച്ച് നമ്മൾ നീക്കി അത് വെച്ച് കൊടുക്കണേ. പിന്നെ ഐസ്ക്രീം പരിപാടിയാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ കടകളാണ്. അപ്പം നമുക്ക് ഐസ്ക്രീം അതിൽ എന്ത് മേടിക്കാനായാലും നമുക്ക് ബുദ്ധിമുട്ടില്ല. എനിക്കെന്ന് വിചാരിക്കണം അപ്പം നമുക്ക് ഓടിപ്പോയി മേടിക്കാം, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. അപ്പം ചെറിയ ബൗൾ ഐസ്ക്രീം മേടിച്ചുള്ളൂ. ചിലപ്പോൾ ഞങ്ങൾ 1 ലിറ്ററിൻ്റെ വലിയ ക്വാണ്ടിറ്റി ഒക്കെ മേടിക്കും. പക്ഷേ മേടിക്കുന്നതേ ഓർമ്മ കാണുള്ളൂ. അതൊന്നും പിന്നത്തേക്ക് ഉണ്ടാവില്ലേ. പട്ടപ്പൊടിയെന്ന് ഐസ്ക്രീമൊക്കെ തീരുക. പിന്നെ കുഞ്ഞിപ്പൂച്ച വന്നു. അപ്പോൾ അവൾക്കും കുറച്ച് ഐസ്ക്രീം കൊടുത്തു. അവൾക്കും ഇഷ്ടമാണ് ഈ പാലിൻ്റെ മണക്കുള്ള കാരണം അവളും കഴിക്കുവേ. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് വന്നിട്ട് മിക്സ്ചർ എടുക്കുകയാണ്. ഈ മിക്സ്ചർ നല്ല മിക്സ്ചറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ മിക്സ്ചറൊക്കെ വെച്ച് നോക്കുമ്പം എരിവ് വളരെ കുറവ്, കപ്പലണ്ടിയുടെ ക്വാണ്ടിറ്റി കൂടുതലാണ്, അത്യാവശ്യം വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എരിവ് ഉള്ളതിനേക്കാളും എനിക്കിഷ്ടം മീഡിയം എരിവാണ് നല്ലത്. ഞങ്ങളത് കുറച്ച് വെള്ളമൊക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് മിക്സ്ചർ കഴിക്കുന്നത്. ഇത് കഴിച്ച വേഗം ഇറങ്ങണ്ടേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചെറുതിന് മിക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കപ്പലിന് കുറേ പേർക്ക് കഴിച്ചു, ഞാനും കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് അടിച്ചു വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതവിടെ വലിയ പണിയാണ്. സിങ്കിൻ്റെ അവിടെ വെള്ളം തുറന്നു വിട്ടിട്ട് അതിൽ ഗംഭീര കളിയായിരുന്നു. പിന്നെ ഈ ചൂടും ഇതൊക്കെ ആയിരുന്നു. വെള്ളത്തിൽ കളി കൂടുന്നതിനനുസരിച്ച് നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ വരും. ഇപ്പം തന്നെ ഇങ്ങനെ ആശുപത്രി ഓടി നടന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എനിക്ക് നല്ല പേടിയപ്പോൾ. അപ്പോൾ ഐസ്ക്രീം ഒരു കൺട്രോളിങ് ആണ്, എല്ലാം കുറച്ച് കൺട്രോളിങ് ആണ്. പക്ഷെ ചൂട് താങ്ങാവുന്നതിൽ അപ്പുറമായി കാരണമാണ് ഇതൊക്കെ നമ്മൾ മേടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതൊക്കെ മേടിക്കുമോ? മേടിക്കലൊക്കെ വളരെ കുറവാണ്. മേടിക്കും, എന്നാലും ഭയങ്കര രീതിയിലൊന്നും മേടിക്കാറില്ല. പിന്നെ അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം പായ കൊണ്ടുവന്നിട്ട്, അപ്പോൾ പായ കൊണ്ടുവരാണ് കുഞ്ഞ് എണീക്കാൻ തുടങ്ങിയപ്പോൾ വേഗം എണീച്ച് മറിയാൾ സോപ്പിൻ്റെ ഞാൻ സപ്ലൈകോയിൽ നിന്ന് വണ്ടി വന്നപ്പോൾ അരി മേടിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അതിൽ സൺലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള കളികളായിരുന്നു. പിന്നെ എൻ്റെ ഈ കാണുന്ന പുതിയ ട്രൈപോഡാണ്, ഇത് വെച്ചിട്ടുള്ള കളികളാണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കും, പാട്ട് പാടുകയാണ് ചെറുത്. ഞാൻ കുറച്ച് തലയിൽ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണം. തല ഇങ്ങനെ പെരുക്കണ പോലെ. പിന്നെ തല ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊന്നും അറിയില്ല. അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. അതൊക്കെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കുളിച്ചിട്ട് ഞാൻ വരാം. കൊച്ചിൻ്റെ കയ്യിൽ കാണുന്ന സൺലൈറ്റ് ഉണ്ടല്ലോ, സൂപ്പായിട്ട് 2 ഉണ്ട്. അത് വെച്ച് ഗംഭീര കളിയായിരുന്നു. അപ്പോൾ അത് രണ്ടും വെച്ച് അങ്ങോട്ടും മാറി 1 2 3 എണ്ണ ഉണ്ടായിരുന്നു. എല്ലാം കളികളായിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇനി മുഖമൊന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറിങ് ക്രീം പറ്റാം. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനമാണ്. എത്ര വർഷമായി കൊച്ചിലേ തൊട്ടാണെങ്കിൽ ഈ ഒരു പരുവം വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ മാസങ്ങളായിട്ടുള്ളൂ കേട്ടോ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പൗഡറോ സോപ്പോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരാളേ അല്ല. ഞാൻ സ്വതവേ ഉപയോഗിക്കാറ് കടലമാവിൻ്റെ പൊടി, അല്ലെങ്കിൽ കക്കൻ, അല്ലെങ്കിൽ ചെറുപയർ പൊടി, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാറ്. തലയിലാണെങ്കിൽ ഞാൻ താളികൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുവരുന്നുണ്ട്. ഈ തല ഈ പറഞ്ഞ പോലെ നേരം വൈകി കുളിച്ചാലും ഉണങ്ങാൻ പാടാണ്. അപ്പോൾ ഒരു ഏകദേശം ഉച്ച നമുക്ക് എങ്ങനെ കൂട്ടിപ്പോയാലും നടക്കില്ലടോ, എത്ര ശ്രമിച്ചാലും നടക്കില്ല. അപ്പം ഞാൻ ഒന്ന് ഉണങ്ങാൻ ഇച്ചിരി പാടാം. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും അമ്മ വന്നു. ഈ പാവക്കുട്ടീനെ ഉണ്ടല്ലോ, നല്ലൊരു പാവക്കുട്ടിയായിരുന്നു ഡാൻസ് കളിക്കുന്നത്. അതിന് പാർട്സ് ഊരി ഇപ്പോൾ ഒന്നുമില്ല. ഇനി വെറുതെ ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റും, അത്ര തന്നെയുള്ളൂ. ഞങ്ങൾ പിന്നെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും ചെറുതും കൂടെ ആ മാങ്ങയൊക്കെ അരിഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ മനസ്സിൽ ഓർത്തുള്ളത് മാങ്ങ ഇല്ലല്ലോ, മാങ്ങ കിട്ടിയില്ലല്ലോ. അപ്പോഴത്തേക്ക് അമ്മയുടെ ഒരു ഫ്രണ്ട് ചേച്ചി എന്തോ ദൈവത്തിൻ്റെ ഒരു പിടുത്തം പോലെ ഞങ്ങളുടെ കയ്യിലേക്ക് മാങ്ങ ഒരു ലോഡ് മാങ്ങ കിട്ടിയിടും. ഭയങ്കര സന്തോഷമായി. അവരുടെ മാവ് നിറയെ മാങ്ങ ഉണ്ടാവട്ടെ. ഞാൻ എപ്പോഴും ഒരു വീട്ടിൽ നിന്ന് ഒരു മാങ്ങ ചക്ക എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കതേമേ ആ വീട്ടിൽ ആ നമുക്ക് തന്ന സാധനം നിറച്ചും ഉണ്ടാവട്ടെ അവർക്ക് എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഞാനായാലും അമ്മയായാലും എപ്പോഴും അങ്ങനെ കേട്ടോ പ്രാർത്ഥിക്കുക.
ഞങ്ങളങ്ങനെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഞാനിതിൻ്റെ മാങ്ങയുടെ പേരൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് ഈ നഴ്സറിയിൽ നിന്ന് മേടിക്കാനുള്ള പ്ലാനിങ്ങിൽ ഞാൻ അമ്മയോട് ചോദിച്ചു. ഞാൻ മറന്നുകൂടും അത് പറയാനായിട്ട്. പിന്നെ അമ്മ രാത്രിയായപ്പോൾ പട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതിൻ്റെ കുറച്ച് പരിപാടികൾ നിങ്ങൾ കണ്ടു വെക്ക്. മീൻ വറക്കാണ് രാത്രിയിലേക്ക്. അപ്പോൾ ചെറുതതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.